ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിഷ് സാറ് കൺമണി താലി കെട്ടാനുണ്ടായ സാഹചര്യം ഗോകുലിനോട് കൺമണി പറയുന്നു. അപ്പോൾ ഗോകുൽ ചോദിക്കുകയാണ്, അന്ന് വീട്ടിൽ വന്നപ്പോൾ രണ്ടുപേരും വിളക്കെടുത്തതും മധുരം കഴിച്ചതും എല്ലാം താലി കെട്ടിയിട്ട് വന്നിട്ടാണ് അല്ലേ? അതെ ഗോകുൽ എന്ന് കൺമണിയും പറയുന്നു. അപ്പോൾ എന്തിനാ അപ്പോൾ ഈ താലി കഴുത്തിലിട്ടിരിക്കണമെന്ന് കൺമണിയോട് ഗോകുൽ ചോദിക്കുന്നു. അപ്പോൾ കൺമണി പറയുന്നു, ഈ താലി ഞാൻ പൊട്ടിച്ചു കളയാൻ നോക്കിയതാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഗോകുലി പറയുകയാണ്, വരുൺചേട്ടനുമായിട്ട് കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ഈ താലി ഇടാൻ പാടുണ്ടോ, അത് തെറ്റല്ലേ? അപ്പോൾ കൺമണി പറയുകയാണ്, താലി ഞാൻ പൊട്ടിക്കാൻ നോക്കിയതാണ്, ഒരമ്പലത്തിൽ വെച്ച് കെട്ടിയ താലി മറ്റൊരു അമ്പലത്തിൽ പോയി വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ച് താലി പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഒരു സന്യാസിനി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, അരുത്, ഈ താലി പൊട്ടിക്കരുത്, ഇത് അവിടെ തന്നെ താലി കഴുത്തിൽ തന്നെ കിടന്നോട്ടെ, ഈ താലി പൊട്ടിക്കരുത്, അഥവാ നിനക്ക് താലി ഊരണമെന്ന് തോന്നിയ 90 ദിവസം കഴിഞ്ഞ് ഊരിക്കോളൂ എന്ന് പറഞ്ഞതാണ്. ഈ താലി കാരണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നിനു പോലും പറ്റുന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും അമ്പലത്തിലെ ആ താലിയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഈ താലി കാരണം ഒരു സമാധാനവുമില്ല ഗോകുലി, ഒന്ന് മരിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗോകുൽ ഓടി വന്ന്, അപ്പ എന്താ പറയുന്നത്, അപ്പ സമാധാനപ്പെടപ്പ, കരയല്ലേ അപ്പേ, അപ്പ കണ്ണ് തുടയ്ക്കുക, പറഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, സമാധാനപ്പെടപ്പേ. ഗോകുലെ മോനെ, എനിക്ക് നീ ഉപകാരം ചെയ്തു തരുമോ മോനെ, എന്നെക്കൊണ്ട് ഈ താലി പൊട്ടിക്കാൻ പറ്റുന്നില്ല, നീയെങ്കിലും ഈ താലിയെ പൊട്ടിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഗോകുലെ ആ താലിയെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നെക്കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ക്രിഷ് സാർ എന്ത് പറഞ്ഞു, അത് താലി പൊട്ടിച്ച് കളയാനാണ് പറഞ്ഞത്. അപ്പയുടെ കഴുത്തിൽ ഈ താലിയുള്ള കാര്യം ക്രിഷ് സാറിന് അറിയാമോ? എന്തോ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. എന്നാലും ക്രിഷ് സാർ അതിനുശേഷം എൻ്റെ അടുത്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഞാൻ പനിയായിട്ട് കിടന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരികയും ചെയ്തു. എൻ്റെ അടുത്ത് സോറിയും പറഞ്ഞു. ഗൂഗിൾ ചോദിക്കുന്നു, എന്തിന് സോറി പറഞ്ഞു? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തിനാണ് സോറി പറഞ്ഞതെന്ന്. ഒന്നുകൂടി ഉണ്ട്, ക്രിഷ് സാറ് മാനസ മേഡമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇപ്പോഴുള്ളതല്ല, നേരത്തെ ഉള്ള ആഗ്രഹമാണ്. ക്രിഷ് സാറിന് മാനസ മേഡത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ തീച്ചുളിയിൽ കിടക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത് ഗോകുലെ, ഒന്ന് മരിച്ചാൽ മതി എന്ന് തോന്നുന്നു. അപ്പ എന്താ പറയുന്നത് അപ്പ സമാധാനപ്പെട്, ഇതിനൊരു പരിഹാരം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാം. ഇപ്പോൾ സമാധാനമായിട്ട് കിടക്കുക, അപ്പോൾ ആരും കാണാതെ ഈ താലി സൂക്ഷിച്ച് കാണാതെ വെച്ചോ, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഗോകുൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് ഇത്രയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്, എന്നിട്ട് വാതിലും അടച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം കൃഷി ഓഫീസിൽ പോകാൻ ഇറങ്ങി. അപ്പോൾ മാനസ റൂമിലേക്ക് വന്ന് കൃഷിനെ കെട്ടി ഇറുക്കി പിടിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടാതെ കൃഷി തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കാണാതെ കൃപ ആ റൂമിലേക്ക് വരുന്നു. കൃപ വന്നോട്ട് പറയാണ്, സോറി ഞാൻ കണ്ടില്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. മാനസ കൃപയോട് പറയാണ്, പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇത് ഇനി എൻ്റെയും കൂടിയുള്ള റൂമാണ്, വരുമ്പോൾ ഒന്ന് വാതിലിൽ തട്ടിയിട്ടെങ്കിലും വന്നൂടെ ആയിരുന്നു, ഇനി ഞങ്ങൾക്കൊരു പ്രൈവസിയെങ്കിലും വേണ്ടേ എന്ന് പറയും. ചേട്ടായിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ സൂക്ഷിച്ച് വേണം വരാൻ, ഒക്കെയിലൊക്കെ വളർന്ന ആളല്ലേ, ഇനി ആരെങ്കിലും ഇതൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃപ മാനസയോടും കൃഷിനോടും സോറി പറഞ്ഞ് വാതിലടച്ച് ഇറങ്ങിപ്പോകുന്നു. മാനസ കൃഷിനോട് പറയുന്നു, പാവത്തിന് വല്ലാതെ ഫീലായി പോയെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കൃപ വാതിൽ തുറന്ന് കയറി വരുന്നു. മാഡം, ഇത് കൃപയാണ്, ഇത് ഞങ്ങളുടെ വീടാണ്, ഇത് ഞങ്ങൾ കളിച്ച് വളർന്ന റൂമാണ്, ഇതെൻ്റെ ചേട്ടനാണ്, മാനസ ചേച്ചിയുമായി വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മാനസ വല്ലാതെ ഫീലാവുകയാണ്. ഇത് കാണുന്ന കൃഷിന് വളരെ സന്തോഷമാകുന്നു. മാനസയ്ക്ക് അത്രയും കിട്ടണമായിരുന്നു എന്ന് തോന്നൽ കൃഷിനുണ്ടാകുന്നു. ഇത്രയും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.